ഹിന്ദു ന്യൂനപക്ഷ വേട്ടയിൽ ബംഗ്ലാദേശിന് കർശനമായ താക്കീതുമായി റഷ്യ. ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തെ വിറപ്പിച്ച റഷ്യയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയോടും ന്യൂഡൽഹിയോടും സമാധാനപരമായി ഇടപെടണമെന്നും ഇന്ത്യയുമായുള്ള പ്രകോപനങ്ങൾ അവസാനിപ്പിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ അവസാന സന്ദേശത്തിൽ വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനത്തിന് തുനിഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെ റഷ്യയുടെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം മാത്രമല്ല, ഏറ്റവും അടുത്ത സൗഹൃദത്തിന്റെ ഒരു സന്ദേശമാണ് റഷ്യയുടെ ഈ ഇടപെടലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യ ബംഗ്ലാദേശിന് കർശനമായ താക്കീത് നൽകിയിരിക്കുന്നു. ഇനിയും ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ തുടരരുത്. ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കാൻ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തയ്യാറാകണം. അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടി ബംഗ്ലാദേശിന് നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ ബംഗ്ലാദേശ് വിഷയത്തിൽ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ബംഗ്ലാദേശിൽ നടന്ന ന്യൂനപക്ഷ വേട്ട മാസങ്ങൾക്ക് മുൻപ് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തിയ ന്യൂനപക്ഷ വേട്ട, ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, അതുപോലെ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടത്തിയ ന്യൂനപക്ഷ വേട്ടയിൽ വലിയ അന്താരാഷ്ട്ര പ്രതിഷേധമുയർന്നിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ഭാഷയിൽ ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളിലും കലാപങ്ങളിലും ഹിന്ദു വേട്ടയിലും ഇതുവരെ ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അവസരത്തിലാണ് റഷ്യയുടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഡൽഹിയുമായി ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും മുതിരരുത്, ഡൽഹിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിന് ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകരുത് എന്ന അതിശക്തമായ താക്കീത് തന്നെയാണ് റഷ്യ ഇപ്പോൾ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ വിഘടനവാദി നേതാവ്, ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഉസ്മാൻ ഹാദി ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ചിക്കൻ നെക്ക് കീറിമുറിച്ച് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്നും ഗ്രേറ്റർ ബംഗാൾ ഉണ്ടാക്കണമെന്നുമുള്ള വിവാദമായ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ധാക്കയിലെ പള്ളിയിൽ നിന്നും മോസ്കിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു ബൈക്കിലെത്തിയ 3 അംഗ അജ്ഞാത സംഘം ഹാദിയെ വെടിവെച്ചത്. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തിച്ചെങ്കിലും ഹാദിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ തോതിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ബംഗ്ലാദേശിലെ തെരുവുകളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇറങ്ങുന്നു. അവർ കണ്ണിക്കണ്ടതിനെയെല്ലാം കത്തിക്കുന്നു, തകർക്കുന്നു, മുന്നേറുന്നു. അങ്ങനെ ബംഗ്ലാദേശിന്റെ തെരുവുകളെ കലാപഭൂമിയാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തത്. അതുമാത്രവുമല്ല, ഏറ്റവും അധികം ആക്രമണത്തിനിരയായത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിച്ചു, ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തി, ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് പരസ്യമായി തീവെച്ച് കൊലപ്പെടുത്തി, പച്ചയ്ക്ക് കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പച്ചയ്ക്ക് കത്തിക്കുന്ന ദൃശ്യങ്ങൾക്ക് ചുറ്റും കയ്യടിച്ച് ആർപ്പ് വിളിക്കുന്ന ബംഗ്ലാദേശി ജനതയാണ് ലോകം കണ്ടത്. ഇത്രത്തോളം നീചന്മാരും ക്രൂരന്മാരുമാണ് ഈ ബംഗ്ലാദേശി ജനതയെന്ന് ലോകം അറിഞ്ഞത് അപ്പോഴാണ്. ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള അതിശക്തമായ താക്കീതുണ്ടായി. ഇനിയും ഹിന്ദുവേട്ട തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നേരെ ഉണ്ടായി. പിന്നാലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടം ഈ അക്രമികളായിട്ടുള്ള 10 പേരെ പിടികൂടിയെന്നും ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ അതിന് പിന്നാലെയാണ് റഷ്യയുടെ കർശനമായ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഹിന്ദുവേട്ട തുടരരുത്, ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയും ബംഗ്ലാദേശിൽ പാടില്ല, ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുള്ള പ്രകോപനവും അരുത്,
ഡൽഹിയുമായി സമാധാനത്തിൽ പോകുന്നതാണ് ബംഗ്ലാദേശിന് നല്ലത്. ഡൽഹിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഒരിക്കലും ബംഗ്ലാദേശിന് ഗുണകരമാകില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മാത്രമേ റഷ്യക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ ഭാഗത്താണ് റഷ്യയുടെ നിലപാട്. റഷ്യയുടെ നിലപാട് ഇന്ത്യക്കൊപ്പമാണ് എന്ന അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചില്ലിംഗ് സന്ദേശം എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിന് ഇനിയും ഇന്ത്യക്കാർക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ അവിടെ ഒരു തരത്തിലുള്ള അതിക്രമവും അരുത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും നിർണായകമായ താക്കീത് ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് ഭരണകൂടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് റഷ്യ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുടെ ഈ നിലപാട് സത്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം, ഇന്ത്യ റഷ്യയും തമ്മിലുള്ള മറ്റ് സൈനിക ഇടപാടുകൾ, ഇതിലൊക്കെ തന്നെ അമേരിക്ക വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിലും ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 2 ദിവസം ചർച്ചകൾ നടത്തുകയും ഏറ്റവും നിർണായകമായ പല കരാറുകളിലും ഇരു രാജ്യങ്ങളും ഏർപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ചില തന്ത്രങ്ങൾ മെനയുകയൂടെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഹിന്ദുവേട്ട തുടരരുത്, ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയും ബംഗ്ലാദേശിൽ പാടില്ല, ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുള്ള പ്രകോപനവും അരുത്, ഡൽഹിയുമായി സമാധാനത്തിൽ പോകുന്നതാണ് ബംഗ്ലാദേശിന് നല്ലത്. ഡൽഹിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഒരിക്കലും ബംഗ്ലാദേശിന് ഗുണകരമാകില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മാത്രമേ റഷ്യക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ ഭാഗത്താണ് റഷ്യയുടെ നിലപാട്. റഷ്യയുടെ നിലപാട് ഇന്ത്യക്കൊപ്പമാണ് എന്ന അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചില്ലിംഗ് സന്ദേശം എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിന് ഇനിയും ഇന്ത്യക്കാർക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ അവിടെ ഒരു തരത്തിലുള്ള അതിക്രമവും അരുത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും നിർണായകമായ താക്കീത് ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് ഭരണകൂടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് റഷ്യ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുടെ ഈ നിലപാട് സത്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള മറ്റ് സൈനിക ഇടപാടുകൾ, ഇതിലൊക്കെ തന്നെ അമേരിക്ക വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിലും ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 2 ദിവസം ചർച്ചകൾ നടത്തുകയും ഏറ്റവും നിർണായകമായ പല കരാറുകളിലും ഇരു രാജ്യങ്ങളും ഏർപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ചില തന്ത്രങ്ങൾ മെനയുകയൂടെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.